ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് കറുത്ത വാവിന് നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. അതായത് കറുത്ത വാവെന്ന് പറയുന്നത് മഹാദേവന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കറുത്ത വാവ് ദിവസം എന്ന് പറയുന്നത്. ആ ദിവസം നമുക്ക് സാധാരണ കറുത്ത വാവിൻ്റെ അന്ന് നമ്മൾ ബലിയൊക്കെ ഇടാറുണ്ട്. അതല്ല, ഞാൻ മാസത്തിലെ കറുത്ത വാവിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓരോ മാസവും ഉണ്ടല്ലോ കറുത്ത വാവും വെളുത്ത വാവും വരുന്നത്. അപ്പം കറുത്ത വാവിനും വെളുത്ത വാവിനും വ്രതങ്ങൾ അനുഷ്ഠിച്ചാൽ നമുക്ക് ഓരോ ബലങ്ങളാണ്. അപ്പോൾ കറുത്ത വാവിന് നമ്മൾ വ്രതങ്ങൾ അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പിതൃക്കളുടെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. അതായത് പിതൃക്കളുടെ ദോഷം മൂലം നമുക്ക് കുടുംബത്തിൽ ഐശ്വര്യക്കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമൂലമുള്ള ദോഷങ്ങളൊക്കെ നമ്മളെ വിട്ടു പോകുന്നതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമുക്ക് ഇത് വരുന്ന ദിവസം, അതായത് കറുത്തവാവ് വരുന്ന ദിവസം നമ്മൾ തലേന്ന് ഒരിക്കലെടുക്കുക. കറുത്തവാവിൻ്റെ അന്ന് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക, അല്ലെങ്കിൽ ഉപവാസം എടുക്കാവുന്നവർ അങ്ങനെ. അന്ന് ശിവഭഗവാനെ വേണം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ശിവഭഗവാനെ മനസ്സിൽ വിചാരിച്ച് വിളക്ക് വെക്കുക. ഒരു 1008 വട്ടോ അല്ലെങ്കിൽ 108 പ്രാവശ്യമോ ഓം നമഃ ശിവായ മന്ത്രം ജപിക്കുക. അതിനുശേഷം നമ്മൾ കറുത്തവാവിൻ്റെ അന്ന് തന്നെ ഒരു പിടി എള്ളെടുക്കുക. ആ എള്ള് എടുത്ത് നമ്മൾ തലയ്ക്കൊഴിഞ്ഞ് 3 വട്ടം തലയ്ക്കൊഴിഞ്ഞിട്ട് എനിക്കെന്തെങ്കിലും, അതായത് എനിക്കെന്ന് വെച്ചാൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐശ്വര്യക്കേടായിട്ട്, അതായത് നമുക്ക് വരുന്ന ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഉൾഭയങ്ങൾ, അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന തീരാവ്യാധികൾ, അതുപോലെ അപകടങ്ങൾ, അങ്ങനെയൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കുക. തലയ്ക്കൊഴിഞ്ഞ് ആ ദിവസം, അതായത് കറുത്തവാവിൻ്റെ അന്ന് രാവിലെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചൊക്കെ വന്നതിന് ശേഷം തലയ്ക്കൊഴിഞ്ഞ് എന്ത് ചെയ്യണം? എള്ളെടുത്ത് അത് തലയ്ക്കൊഴിഞ്ഞ് 3 വട്ടം ഒഴിഞ്ഞ് എണ്ണയെ ബാധിച്ചിരിക്കുന്ന സകല ദോഷങ്ങളും വിട്ടുപോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ രാവിലെ അരിയടപ്പയിടുമല്ലോ. അപ്പോൾ ആ അടപ്പയിലിട്ട് വെന്ത് വരുന്ന ചോറ് ആദ്യമായിട്ട് അത് ഫസ്റ്റിൽ, അതായത് മറ്റാർക്കും വിളമ്പുന്നതിന് മുന്നായിട്ട് അതിൽ നിന്ന് ഒരു തവി എടുത്തിട്ട് അതിൽ ഈ എള്ളും കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ കാക്കയ്ക്ക് അല്ലെങ്കിൽ പുറത്ത് വെച്ചിരിക്കുക, കിളികൾ ഏതാണെന്ന് വെച്ചാൽ കഴിച്ചോട്ടെ, കാക്ക വന്ന് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പം നമുക്ക് പിതൃസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ നമ്മളെ അലട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വിട്ട് പോകുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ വീട്ടിൽ ദുർമരണപ്പെട്ടാലും ഒക്കെ മരിച്ചൊക്കെ പോയിട്ടുണ്ട്, അവരെ കൊണ്ട് എന്തെങ്കിലും നമുക്ക് ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും, അതുപോലെ കുഞ്ഞുങ്ങൾക്കുള്ളതൊക്കെ ഓരോ അരിഷ്ടതകൾ, അതുപോലെ പറയുമല്ലോ ഇങ്ങനെ ബാധാദോഷം, അങ്ങനെയൊക്കെ ഉള്ളവരുടെ വീട്, അങ്ങനെയൊക്കെ ഉള്ളവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പിതൃക്കളെ കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ വിട്ടുമാറി പിതൃവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ അന്ന് വൈകിട്ട് വരെയും കഴിവതും ഓം നമഃ ശിവായൊക്കെ ജപിച്ചിരിക്കാൻ നോക്കുക. ഉപവാസം എടുക്കുകയെങ്കിൽ അത്രയും നല്ലത്. അതല്ലെങ്കിൽ ഒരു നേരം അരിയാഹാരം എടുത്തുകൊണ്ട് നമുക്ക് രാവിലെ ഗോതമ്പിൻ്റെ, വൈകിട്ട് പുഴുക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ്. അതുപോലെ പിറ്റേന്നാകുമ്പോഴത്തേക്കും രാവിലെ വ്രതം അവസാനിപ്പിക്കുക. അങ്ങനെ കറുത്തവാവ് വ്രതം എടുക്കുന്നത് മൂലം പിതൃദോഷങ്ങളൊക്കെ നമ്മളെ ഒന്ന് വിട്ടുപോകും. സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് വന്ന് ഭവിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു.